ദേശീയപാതയിൽ 24 മണിക്കൂറിനിടെ ഒരേ സ്ഥലത്ത് നടന്ന വാഹനാപകടങ്ങളിൽ 2 പേർക്ക് ദാരുണാന്ത്യം. ബട്ടത്തൂർ അടിപ്പാതയ്ക്ക് സമീപമാണ് സംഭവം. കുണിയ സ്വദേശിനി ഫൗസിയ, ബട്ടത്തൂർ സ്വദേശി വൈശാഖ് എന്നിവരാണ് മരിച്ചത്. പൊയിനാച്ചി ബട്ടത്തൂരിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെയുണ്ടായ 2 വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ വീട്ടമ്മയും യുവാവും മരിച്ചു. കുണിയ അറഫാൻ നഗറിലെ അഷ്റഫിന്റെ ഭാര്യ ഫൗസിയ ബസ് കാത്തുനിൽക്കുകയായിരുന്ന ബട്ടത്തൂരിലെ കെ കമലാക്ഷയുടെ മകൻ കെ വൈശാഖ് എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:20 കാസർഗോഡ് ഭാഗത്തുനിന്നും കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന KL 60V 4646 നമ്പർ കാർ ദേശീയപാതയുടെ ഭിത്തിയിലിടിച്ച് മറിഞ്ഞാണ് ഫൗസിയ മരിച്ചത്. അപകടത്തിൽ ഫൗസിയയുടെ ഭർത്താവ് അഷ്റഫ്, 2 മക്കൾ, ഭർതൃമാതാവ് എന്നിവർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവർ ചെങ്കളയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിനു പിന്നാലെ തിങ്കളാഴ്ച ഉച്ചയോടെയാണ് പൊയിനാച്ചി ബട്ടത്തൂരിൽ മറ്റൊരപകടം നടന്നത്. കാസർഗോട്ട് നിന്ന് കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിലിടിച്ച് ബസ് കാത്തുനിന്നിരുന്നവർക്ക് നേരെ പാഞ്ഞുകയറുകയായിരുന്നു. ഈ അപകടത്തിലാണ് കെ വൈശാഖ് മരിച്ചത്. കൂടാതെ കാറിലുണ്ടായിരുന്ന യാത്രക്കാർക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി. 2 പേരുടെ മരണത്തിനിടയാക്കിയ ദേശീയപാതയിലെ ബട്ടത്തൂരിൽ സർവീസ് റോഡിലേക്കുള്ള എക്സിറ്റ് പോയിന്റ് അടച്ചു. തിങ്കളാഴ്ച വൈകിട്ട് കരാർ കമ്പനി അധികൃതരാണ് പ്രവേശനമാർഗം പൂർണ്ണമായി അടച്ചത്. ബേക്കൽ പോലീസും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും എത്തിയിരുന്നു. മേഘയുടെ യാർഡിലേക്കുള്ള വഴിയിലൂടെ പൊയിനാച്ചി ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ ഇനി മുതൽ ബട്ടത്തൂർ സർവീസ് റോഡിലേക്ക് പ്രവേശിക്കണം. കാഞ്ഞങ്ങാട് ഭാഗത്തേക്കുള്ള ബസ്സുകൾ പൊയിനാച്ചി ടൗൺ പിന്നിട്ടാൽ സർവീസ് റോഡിൽ കയറാതെയാണ് ഓടുന്നത്. ദേശീയപാതയിൽ തന്നെയാണ് യാത്രക്കാരെ കയറ്റുന്നതും ഇറക്കുന്നതും. ബട്ടത്തൂരിൽ അടിപ്പാതയുണ്ട്, പക്ഷേ ബസ്സുകൾ മേൽപ്പാതയിലൂടെയാണ് പോകുന്നത്. ഇതുകാരണം യാത്രക്കാർ പകലും രാത്രിയും മേൽപ്പാതയിൽ കാത്തുനിന്നാണ് ബസ് കയറുന്നത്. ബട്ടത്തൂർ സബ്വേയിൽ അടുത്തിടെ 5 വാഹനാപകടങ്ങൾ ഉണ്ടായതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. തലനാരിഴയ്ക്കാണ് പലരും രക്ഷപ്പെട്ടത്. തെക്കുഭാഗത്തുനിന്ന് കിഴക്കുഭാഗത്തെ സർവീസ് റോഡിലൂടെ വരുന്ന ചില വാഹനങ്ങൾ ഇതിലൂടെ ദേശീയപാതയിൽ കടന്ന് പൊയിനാച്ചി ഭാഗത്തേക്ക് പോകുന്നതും അപകട സാധ്യതയുണ്ടാക്കിയിരുന്നു. ഈ വഴി അടച്ചതോടെ ബസ്സുകൾ സർവീസ് റോഡ് വഴി വന്നില്ലെങ്കിൽ നാട്ടുകാർക്ക് ബസ് കയറാൻ വട്ടം ചുറ്റേണ്ടി വരും. ന്യൂസ് ബ്യൂറോ, പൊയിനാച്ചി.